രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. രുദ്രൻ വണ്ടി നിർത്തിയതും ദക്ഷ അവനെ ഒന്നു നോക്കി. കയറ്, നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. അവൻ പറഞ്ഞതും അവൾ അവനെ ദേഷിച്ചു നോക്കി. നീ നിന്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞിറങ്ങി. ഇനി നിന്റെ അനുജത്തി പോയ പോലെ വല്ലയിടത്തും പോയാലേ ഞാൻ വേണം എല്ലാവരോടും സമാധാനം പറയാൻ. വെറുതെ എന്തിനാ എനിക്ക് പണിയുണ്ടാക്കുന്നത്? അവളുടെ സ്വഭാവമല്ല എനിക്ക്. ഞാൻ അത്തരക്കാരിയുമല്ല. എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകാൻ വഴിയറിയാം. രുദ്രേട്ടൻ അതോർത്ത് വിഷമിക്കാതെ പോകാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് ദക്ഷ നടന്നു കഴിഞ്ഞു. എടി, നീ മര്യാദയ്ക്ക് കയറുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഇത്തിരി മര്യാദ കുറവാ. നിങ്ങൾ ചെല്ല്. ദക്ഷ അവനെ ഗൗനിക്കാതെ പിന്നെയും നടന്നു. ടീച്ചറെ. പിന്നിൽ നിന്നും വേണുമാഷ് വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. മാഷേ. ആ, ഇതാണോ ആള്? രുദ്രനെ നോക്കി മാഷ് ചോദിച്ചതും ദക്ഷ അതേന്ന് തലകുലുക്കി. അപ്പോഴേക്കും രുദ്രൻ വണ്ടിയിൽ നിന്നിറങ്ങി. ഞാനാണ് ഇന്നലെ വിളിച്ച് സംസാരിച്ചത്, മാഷ് രുദ്രനോട് പറഞ്ഞു. ആ, മനസ്സിലായി. മാഷിൻ്റെ വീട് അടുത്താണോ? ഉവ്, ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. ടീച്ചറെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാവുമല്ലേ? ആ, അതെ മാഷേ. മഴക്കോളും ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ വൈകണ്ട, പൊയ്ക്കോളൂ. അയാൾ ആകാശത്തേക്ക് നോക്കി പറയുകയാണ്. ശരി മാഷേ, പിന്നെ കാണാം. രുദ്രൻ മാഷിൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കി. എന്നിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ദക്ഷയ്ക്കും അവൻ്റെ ഒപ്പം കയറാതെ മറ്റൊരു നിവൃത്തിയില്ലായിരുന്നു. പിടിച്ചിരുന്നിട്ടേ വണ്ടി എടുക്കാവൂ. പേടിയോടെ അവൾ രുദ്രൻ്റെ തോളിൽ പിടിച്ചു. എന്നിട്ട് വീഴാതെ പിടിച്ചിരുന്നു. എന്നടി, നിനക്ക് പേടിയുണ്ടോ? മിററെ കൂടി നോക്കുമ്പോൾ രുദ്രന് തോന്നി അവൾക്ക് പേടിയുണ്ടെന്ന്. എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾ കുരുക്കിലൊന്നും ചാടിക്കാതിരുന്നാൽ മതി, ദക്ഷ പറഞ്ഞു. നീയല്ലേ ഏറ്റവും വലിയ കുരുക്ക്. അത്രത്തോളം വരില്ല മറ്റൊന്നും. രുദ്രൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് ബുള്ളറ്റിലിരിക്കുന്നത്. പേടിച്ചിട്ട് ദക്ഷയ്ക്ക് കണ്ണു കാണാൻ വയ്യ. അവൻ്റെ തോളി പിടിച്ചിരുന്നിട്ട് അവൾക്ക് പിന്നെയും ഭയം. രുദ്രൻ ചെറുതായൊന്ന് ബ്രേക്കിട്ടതും പെണ്ണവനോട് ഒട്ടിച്ചേർന്നു. ഇത്രയും ചേർന്നിരിക്കണ്ട, ഇത്തിരി ബാക്കിലേക്ക് ഇരിക്കും. അവൻ ശബ്ദമുയർത്തി. പക്ഷേ ദക്ഷ ഇത്തിരി കൂടി ചേർന്നിരുന്നു. ഡി, നിന്നോട് പറഞ്ഞു കേട്ടില്ലേ, എല്ലാം കൂടി മുട്ടിച്ചു വെക്കാൻ നാണമില്ലേ നിനക്ക്? ഇല്ല, ഇത്തിരി കുറവാ. എന്തേ? പെട്ടെന്ന് രുദ്രൻ വണ്ടി നിർത്തി. നിനക്ക് നാണമില്ലെന്നുള്ളത് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇങ്ങനെ മുട്ടിയിരുമ്മി പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ദക്ഷ. അപ്പോഴേക്കും മഴത്തുള്ളികൾ അവരുടെ ദേഹത്തേക്ക് വീണു. മഴ ഇപ്പോൾ പെയ്യും. രുദ്രേട്ടൻ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ബസ്സിൽ പോയിക്കോളാം. നിനക്ക് ബുള്ളറ്റിൽ വൺ സൈഡ് ഇരിക്കാൻ പേടിയുണ്ടോ? ഉണ്ട്. എങ്കിലത് വാ തുറന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കാര്യം മനസ്സിലാകും. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് രക്ഷയോട് പറഞ്ഞു. ക്രോസ് ചെയ്തിരിക്കുക. എവിടെയെങ്കിലും വീണിട്ട് എനിക്ക് വയ്യ നിന്നെ കൊണ്ട് നടക്കാൻ. ഞാനിങ്ങനെ ഇരുന്നോളാം, നിങ്ങൾ പയ്യെ പോയാൽ മതി. ദക്ഷ കയറിയതും മഴയും തുടങ്ങി. ശോ, മഴ! അവൾ പിറുപിറുത്തു. ദക്ഷയുടെ വീട്ടിലേക്ക് തിരിയുന്ന സ്ഥലമെത്തിയപ്പോൾ അവിടേക്ക് പോകാതെ രുദ്രൻ നേരെ വണ്ടി ഓടിച്ചു പോന്നു. അത് കണ്ടതും പെണ്ണിൻ്റെ മിഴികൾ തിളങ്ങി. ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് വിദഗ്ധമായി അവൻ കണ്ണാടിയിൽ കൂടി കാണുകയും ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മിയമ്മ അവരെ കാത്തു നിൽപ്പുണ്ട്. മക്കളെ, മഴയെല്ലാം നനഞ്ഞോ നിങ്ങൾ? കുറച്ചിങ്ങടെ എത്തിയപ്പോൾ മഴ തുടങ്ങിയത്. ഒരുപാട് നനഞ്ഞില്ലമ്മേ. ദക്ഷ അകത്തേക്ക് കയറി വന്നതും ലക്ഷ്മിയമ്മ അവളോട് കയ്യും കണ്ണും കാട്ടി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. രുദ്രൻ മുകളിലേക്ക് പോയതും അമ്മയും മകളും കൂടി അടുക്കളയിലേക്ക് നടന്നു. എന്താ മോളെ, അവൻ എങ്ങനെയാ വന്നത്? നീ വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ലമ്മേ, ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ രുദ്രേട്ടൻ്റെ ബുള്ളറ്റ് കണ്ടു. പിന്നെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണുവാൻ. നടന്ന കാര്യങ്ങൾ മുഴുവനും അവൾ അമ്മയെ അറിയിച്ചു. ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. എനിക്കറിയാം എൻ്റെ രുദ്രനെ. പാവമാണ് മോളെ. പാവമൊന്നുമല്ല. ബുള്ളറ്റ് പറപ്പിച്ചു വന്നപ്പോൾ ഞാൻ ഓർത്തു ഇന്നെൻ്റെ അടക്കം കാണുമെന്ന്. വേണ്ടാത്ത വർത്താനം പറയാതെ കുട്ടി. ചെന്ന് കുളിച്ച് വേഷം മാറ്റി വാ. അമ്മ ചായ എടുത്ത് വയ്ക്കാം. ലക്ഷ്മിയമ്മയുടെ മകൻ്റെ കുളി കഴിയട്ടെ, എന്നിട്ട് പോകാം.
അതുവരെ ഇവിടെ നനഞ്ഞിരുന്നാലേ പനി പിടിക്കും കൊച്ചേ. ഞാനിപ്പോൾ വരാം. അവർ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ടൊരു ടവലെടുത്തുകൊണ്ട് തിരിച്ചു വന്നു. ദക്ഷയുടെ മുടി തോർത്തി കൊടുക്കുകയാണ്. ഞാൻ ചെയ്തോളാം അമ്മേ, ഇങ്ങോട്ട് തരൂന്നേ. അവളത് മേടിച്ചു. അപ്പോഴേക്കും അമ്മ അവൾക്ക് ചായ പകർന്നു കൊടുത്തു. ഇനി ഇത് കുടിക്ക്, എന്നിട്ട് കയറിപ്പോകാം. ലക്ഷ്മി കൊടുത്ത ചായയും കുടിച്ചുകൊണ്ട് അവരോടോരോ വർത്തമാനം പറഞ്ഞ് ദക്ഷയിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞു മുകളിലേക്ക് കയറിപ്പോയത്. ചെന്നപ്പോൾ രുദ്രൻ കിടക്കയിലുണ്ട്. ദക്ഷ വരുന്നെന്ന് കണ്ടതും അവനവളെ കടുപ്പിച്ചു നോക്കി. രുദ്രേട്ടൻ കുളിച്ചോ? അവൻ്റെ നോട്ടം കണ്ടതും വെറുതെ എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് കരുതി അവൾ അവനെ നോക്കി. രുദ്രൻ മറുത്തൊന്നും പറയാതെ അവളുടെ നേർക്ക് നടന്നു വന്നു. അമ്മ പാവമായതുകൊണ്ട് നിന്റെ അടവും അഭ്യാസവും ഒക്കെ നടക്കുന്നുണ്ടല്ലേടി? അവൻ ചോദിച്ചതും ദക്ഷയുടെ മുഖം ചുവന്നു. ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞതല്ലേ? ഏട്ടനല്ലേ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? നിന്റെ അനിയത്തിയുടെ അപ്പൻ്റെയും പാരമ്പര്യം ഇറക്കിയാലേ ഞാൻ തൂങ്ങും, അതുകൊണ്ട് വന്നതാ. ആ പേടി വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെന്താ? അങ്ങനെ പറഞ്ഞുകൊണ്ട് നിനക്കങ്ങ് പോകാം. തലവേദന പിടിച്ച് നടക്കുന്നത് ഞാനല്ലേടി? നാശം പിടിക്കാൻ ഓരോരോ വയ്യാവേലി. ദക്ഷയുടെ മരണം വരെ ഒരുവൻ്റെ താലി മാത്രമേ ഈ മാറിക്കിടക്കുള്ളൂ. അത് രുദ്രനാരായണൻ ഇഷ്ടമല്ലാതെ വെറുപ്പോടെ അലിയിച്ച ഈ താലിയാണ്. എന്നാലും ദക്ഷയ്ക്ക് എന്നും ഇത് ശ്വാസവും ജീവനുമാണ്. ഒരിക്കലും അടർത്തിക്കളഞ്ഞിട്ട് മറ്റൊരുവൻ്റെ കൂടെ പോകില്ല. അങ്ങനൊരവസ്ഥ വന്നാൽ പിന്നെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടാവും ഞാൻ. വാക്കുകൾ ഇടറാതിരിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അപ്പോഴേക്കും പാവം ദക്ഷ കരഞ്ഞു പോയിരുന്നു. അവൻ്റെ അരികിൽ നിന്നും അവൾ വേഗം മുന്നോട്ട് നടന്നു പോയി. എന്നിട്ട് അലമാര തുറന്ന് ഒരു ജോഡി ഡ്രസ്സ് എടുത്തുകൊണ്ട് കുളിക്കുവാനായി കയറി. വാഷ്റൂമിൽ കയറി വാതിലടിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞു പോയി. കുളി കഴിഞ്ഞ് ദക്ഷ ഇറങ്ങി വന്നപ്പോൾ രുദ്രൻ മുറിയിലില്ല. അവൻ താഴേക്ക് പോയി കാണുമെന്ന് അവൾക്ക് മനസ്സിലായി. കുറച്ചു നേരം അവൾ ആ മുറിയിൽ അങ്ങനെയിരുന്നു. രുദ്രേട്ടൻ്റെ മനസ്സിൽ തൻ്റെ സ്ഥാനം ഇതാണ്. അല്ലെങ്കിലും അച്ഛൻ്റെ സ്വഭാവം കൂടി ഇങ്ങനെയായ സ്ഥിതിക്ക് പറയുന്നതിലും എന്താ തെറ്റ്? ഇനി എന്തിന് നാണം കെട്ടി ഇവിടെ തുടരണം? ലക്ഷ്മിയമ്മയ്ക്ക് ഒരുപക്ഷെ അവരുടെ മകൻ്റെ ജീവിതം വേസ്റ്റായി പോകുമല്ലോ എന്ന് ഭയം കാണും. അതുകൊണ്ടാവും തന്നെ ഇവിടെ പിടിച്ച് നിർത്തിയത്. ചിലപ്പോൾ തന്നോടുള്ള സ്നേഹം കൊണ്ടാവാം. ചിലപ്പോഴെന്നല്ല, സ്നേഹമുണ്ട്. ആ മനസ്സിൽ നിറയെ തന്നോട് സ്നേഹമുണ്ട്. അവൾക്ക് നെഞ്ചു നേറിപ്പിടഞ്ഞു. മോളെ! താഴെ നിന്ന് ലക്ഷ്മിയമ്മയുടെ വിളിയൊച്ച കേട്ടതും ദക്ഷ എഴുന്നേറ്റു. ഇറങ്ങിച്ചെന്നപ്പോൾ കണ്ടു അമ്മയോടൊപ്പം ഇരുന്ന് ചായ കുടിക്കുന്ന രുദ്രനെ. വാ മോളെ, ഇതിഷ്ടാണോ നിനക്ക്? അവർ ഇലയുടെ നീട്ടിയതും അവൾ അതിലൊരെണ്ണം എടുത്തു. ഇവിടെ ഇരിക്കു കൂട്ടി. രുദ്രൻ്റെ അരികത്തായി കിടന്ന കസേര അവർ ഒന്ന് നീക്കിക്കൊണ്ട് ദക്ഷയെ വിളിച്ചു. വേണ്ടമ്മേ, ഞാൻ അപ്പുറത്തിരുന്നോളാം. അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നുപോയി. ഇതെന്തായി കുട്ടിക്ക് പറ്റിയത്? ഹാപ്പി ആയിട്ടിരുന്നതാണല്ലോ. നീ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ മോനെ? പിന്നെ എനിക്ക് അവളോട് മിണ്ടാൻ പോലും താല്പര്യമില്ല. അമ്മയ്ക്ക് വേറെന്തെങ്കിലും സംസാരിച്ചൂടെ? രുദ്രൻ അല്പം ഉച്ചത്തിൽ അമ്മയോട് ചോദിക്കുന്നത് കേട്ട് ദക്ഷ അടുക്കളയിലേക്ക് നടന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ലക്ഷ്മിയമ്മ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല ലക്ഷ്മിയമ്മേ. മഴ കൊണ്ടിട്ടാണോ എന്നറിയില്ല, ചെറിയൊരു തലവേദന പോലെ. അവൾ തന്നെ വലങ്കൈയെടുത്ത് നെറ്റിയിലേക്ക് വെച്ചുകൊണ്ട് അവരെ നോക്കി. ബാം എടുത്തിട്ട് വരാം, അതല്പം ഒന്ന് പുരട്ടി നോക്ക്. കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം. പെട്ടെന്ന് തന്നെ ലക്ഷ്മിയമ്മ ചെന്നിട്ട് തലവേദനയുടെ ബാം എടുത്ത് തിരിച്ചു വന്നു. എന്നിട്ട് അവർ തന്നെ അവളുടെ നെറ്റിത്തടത്തിൽ ഒരല്പം എടുത്ത് പുരട്ടി. ഈ അമ്മയുടെ സ്നേഹം തൻ്റെ പെറ്റമ്മയെപ്പോലെ കരുതലും വാത്സല്യവുമാണ് ലക്ഷ്മിയമ്മയ്ക്കും തന്നോട്. ഓർത്തപ്പോൾ അവൾക്ക് കണ്ണുകൾ ഏറിനണിഞ്ഞു. മോളെ, ചെന്ന് കുറച്ച് സമയം കിടക്കാൻ നോക്ക്. ഇനി പനിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അവർ പറഞ്ഞതും അവൾ എഴുന്നേറ്റ് വീണ്ടും മുറിയിലേക്ക് നടന്നു. രുദ്രൻ ആ സമയത്ത് പുറത്തു നിൽക്കുന്നത് അവൾ കണ്ടു. മുറിയിലെത്തി വാതിൽ ചാരിയിട്ട് കസേരയിൽ പോയിരുന്നു. ഒന്ന് കിടക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്.
പക്ഷേ രുദ്രൻ കയറി വന്നാലോ എന്നോർത്തു. ആ കിടപ്പ്, പാവം ദക്ഷ അവിടെ കിടന്നുറങ്ങിപ്പോയി. രുദ്രൻ വന്നപ്പോൾ കാണുന്നത് മേശമേൽ തലവെച്ച് കിടന്നുറങ്ങുന്ന ദക്ഷയാണ്. ദക്ഷ! അവൻ അവളുടെ അരികത്തായി വന്ന് തോളിക്കൊട്ടി വിളിച്ചു. ഡി ദക്ഷ! രണ്ടാമത് രുദ്രൻ വിളിച്ചതും ദക്ഷ ചാടി എഴുന്നേറ്റു. ഇങ്ങനെ ഇരുന്നാണോ നീയെന്ന് ഉറങ്ങുന്നത്? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. അല്ല, പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ? ഞാൻ ബെഡിൽ കിടക്കുന്നത് രുദ്രേട്ടന് ഇഷ്ടമായില്ലെങ്കിലോ എന്നോർത്തു. തലവേദന കുറഞ്ഞോ? പെട്ടെന്ന് അവൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഹോസ്പിറ്റലിൽ പോണോ നിനക്ക്? വേണ്ട, നീ റെഡി ആയിക്കോ. മഴ നനഞ്ഞതല്ലേ, പനിയെങ്ങാനും പിടിച്ചാൽ പിന്നെ എന്തു ചെയ്യും? പോയി മരുന്ന് വാങ്ങാം. സാരമില്ല, ഇപ്പോൾ കുറവുണ്ട്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഓക്കെ ആയി. അവനൊന്ന് മൂളി, എന്നിട്ട് സെറ്റിൽ പോയിരുന്നു. ദക്ഷ സമയം നോക്കി. 7:30. ഈശ്വര, ഇത്രയും നേരമായോ? കഷ്ടം. ആ ലക്ഷ്മിയമ്മ എന്ത് കരുതി കാണും? അവൾ വാഷ്റൂമിൽ പോയി മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷായി ഇറങ്ങി വന്നു. രുദ്രൻ ഫോണിൽ ആരോടോ സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത ബുധനാഴ്ച വരാം. ആ, ഓക്കെ, ആയിക്കോട്ടെ. ശരി. അവൻ ഫോൺ കട്ട് ചെയ്തു. ദക്ഷ മുടി മുഴുവനായും എടുത്ത് ഉച്ചയിൽ ചുറ്റി കെട്ടിവെച്ചുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മേ, എനിക്ക് മറ്റന്നാൾ ഹൈദരാബാദ് വരെ ഒന്ന് പോകണം. കൃഷ്ണകുമാർ അങ്കിൾ കുറച്ചു മുന്നേ എന്നെ വിളിച്ചതാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രുദ്രൻ അമ്മയോട് ഇക്കാര്യം പറഞ്ഞത്. എന്താ മോനെ? കുറച്ച് പേപ്പർ വർക്ക്സ്. അങ്കിൾ മുംബൈക്ക് പോവാണ്. ഉണ്ണിയില്ലേ അവിടെ? അവനെ ആക്കിയിട്ട് പോകാൻ പറയുക. നെക്സ്റ്റ് വീക്ക് എനിക്ക് ഷൊർണൂർക്ക് പോകണം. ആയുർവേദ ഹോസ്പിറ്റലിലേ. കറക്റ്റ് 1 വർഷമാവും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട്. ഡേറ്റ് തെറ്റാണ്ട് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത്. ഞാനോടി പോയാൽ ഈ കുട്ടി അവിടെ ഒറ്റയ്ക്കാവുമല്ലോ. ഇവൾ അവളുടെ വീട്ടിൽ പോയിക്കോളൂ അമ്മേ. തൽക്കാലം ഹോസ്പിറ്റലിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്ക്. 1 മാസം എടുക്കുമോ? ആവോ, കൃത്യം പറഞ്ഞാൽ അറിയില്ല. കഴിഞ്ഞ തവണ 2 മാസം എടുത്തു. ഇത്തവണ അത്രയും വേണ്ടി വരില്ല. അമ്മയും മകനും കൂടി കാര്യമായ ചർച്ചയിലാണ്. ഈശ്വര, രക്ഷപ്പെട്ടു. ദൈവം എനിക്ക് പോകാനൊരു വഴി കാണിച്ച് തന്നിട്ടുണ്ട്. ഇനി മുടക്കം വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. മോളെ, അമ്മയ്ക്ക് 2 വർഷം മുന്നേ ഒരു മുട്ടിന് വേദന വന്നു. ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. ഒരു കുറവും വന്നില്ല. ഒടുവിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഷൊർണൂർക്ക് പോകാൻ. അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് നന്നായി ഫലം കണ്ടു. ശരിക്കും ബെറ്ററായി മോളെ. പിന്നെ ആ ഡോക്ടറെ അന്നൊരു പ്രത്യേക കാര്യം പറഞ്ഞു. കൃത്യം 1 വർഷം ആകുമ്പോൾ വീണ്ടും ട്രീറ്റ്മെൻറ്റിന് വരണമെന്ന്. ലക്ഷ്മിയമ്മ ഓരോരോ കാര്യങ്ങളായി ദക്ഷയോട് വിശദീകരിച്ചു. അതിനെന്താ അമ്മേ, അമ്മ ധൈര്യമായിട്ട് പോയിട്ട് വരൂ. എൻ്റെ കാര്യം ഓർക്കണ്ട, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. അവൾ മറുപടിയും കൊടുത്തു. ഓ, അത് ശരിയല്ല മോളെ, നീ എവിടേക്കും പോകണ്ട. രുദ്ര, മോൻ പോയിട്ട് എന്ന് വരും? എൻ്റെ കാര്യം അതൊന്നും പറയാൻ പറ്റില്ല. അമ്മ പോയിട്ട് വരുന്ന പോലെ ഞാൻ തിരിച്ചു വരാം. ശോ, എന്ന് പറഞ്ഞാൽ എങ്ങനാ? എങ്കിലും അമ്മയൊക്കെ കൂട്ടിരിക്കുക. ഞാൻ പോകേണ്ട കാര്യങ്ങൾക്ക് പോകാതെ ഇവളുടെ ഒപ്പം നിന്നാൽ മതിയോ? അമ്മ പറയും. രുദ്രൻ ദേഷ്യത്തിൽ അമ്മയെ നോക്കിയിട്ട് കൈ കഴുകാനായി പോയി. ലക്ഷ്മിയമ്മ വിഷമത്തോടെ ദക്ഷയെ നോക്കി. അവളുടെ ഉള്ളം എന്നാൽ തുള്ളിച്ചാടുകയായിരുന്നു. എങ്ങനെയെങ്കിലും 2 ആളും ഒന്ന് പോയാൽ മതിയെന്ന് മാത്രമാണ് ദക്ഷയുടെ പ്രാർത്ഥന. നീ വേഗം വരാൻ നോക്ക്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ലൈറ്റ് അണിച്ച് കിടക്കണം. മുകളിലേക്ക് പോകും മുന്നേ രുദ്രൻ ദക്ഷയോട് പറഞ്ഞു. തുടരും.